ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുധിയുടെ വിവാദമായ ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ട് ഇതിനോടകം നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. സോ ആ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. മൊത്തം രണ്ട് പാർട്ടായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് ഒരു 30-40 മിനിറ്റ് ഇരുന്ന് വീഡിയോ ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനിത് വളരെ ചെറിയൊരു ടൈം ഡ്യൂറേഷനിൽ ചെയ്യുന്ന വീഡിയോസ് ആണ്. അതുകൊണ്ടാണ് ഇതിനൊക്കെ ഒന്നും രണ്ടും പാർട്ട് വരുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിക്കുക. എന്തായാലും ഇന്നത്തെ രേണുസുധിയുടെ ഈ ഒരു ഇന്റർവ്യൂയുടെ സെക്കൻഡ് പാർട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. ഓൾറെഡി നമ്മളെല്ലാം ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച ടോപ്പിക്ക് മാത്രമാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലേക്ക് രേണുസുധി എടുത്തിട്ടത്. അതായത് ഇവരുടെ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട വിവാദം. ആ ഒരു വിവാദം ഓൾറെഡി നമ്മളെല്ലാവരും ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചതാണ്. അതായത് ഇവരുടെ സബ്സ്ക്രിപ്ഷനിൽ ഉണ്ടായിരുന്ന ഫോട്ടോസ് ലീക്ക് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വന്നതും വീഡിയോസ് പുറത്തേക്ക് വന്നതും പിന്നെ ആ നാവിട്ട് ഇങ്ങനെ നുണയുന്ന ഒരു ലൈവ് പുറത്തേക്ക് വന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചതാണ്. അതുകൂടാതെ ഈ ഒരു സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉയർന്ന ഒരു വിവാദം എന്ന് പറയുന്നത് കിച്ചു എന്ന് പറഞ്ഞ രാഹുൽ ദാസ് ഒരു വീഡിയോ ചെയ്തു ഇതിനെക്കുറിച്ച്. അതായത് രേണുസുധിനെ എന്തുകൊണ്ട് താൻ കാണാൻ പോകുന്നില്ല എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ ആയിട്ട് അയാൾ ചെയ്ത വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് രേണുസുധിയുടെ ആ നാവിട്ട് കറക്കുന്ന ലൈവ് കാണിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിനെ ഞാൻ എങ്ങനെ അമ്മ എന്ന് വിളിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അയാൾ ചെയ്ത ആ ഒരു വീഡിയോ അതും നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചതാണ്. അതുകൂടാതെ രേണുസുധിയുടെ ക്യാൻസർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മറ്റൊരു അലിഗേഷൻ ആയിരുന്നു ഇവർക്ക് കുത്തിവെക്കുന്ന ആന്റിഡോട്ട്. ആ ഒരു ആന്റിഡോട്ടിന് ഏകദേശം 2,52,000 രൂപ 56,000 രൂപ വിലയുണ്ട് എന്ന് ഇവർ പറഞ്ഞപ്പോഴത്തേക്ക് അത്രയൊന്നും വിലയില്ല, ഇത് ഫാബ്രിക്കേറ്റഡ് ബില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിവാദം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് നമ്മുടെ മാസ്റ്റർ മൈൻഡ് മനു ദേവും കൂടി ഈ ഒരു മരുന്ന് ഇവർ വാങ്ങിയ ഫാർമസിയിൽ ചെന്ന് ഈ ഒരു ബില്ല് ഇഷ്യൂ ചെയ്ത സ്റ്റാഫിനെ കണ്ടെത്തി ഇതിനകത്ത് ജെനുവിനിറ്റി പ്രൂവ് ചെയ്ത് ഈ ഒരു ടോപ്പിക്ക് അവസാനിപ്പിച്ചതാണ്. പക്ഷെ രേണുസുധിയുടെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ടിനകത്ത് ഈ വിവാദങ്ങൾ തന്നെയാണ് വീണ്ടും ഇവർ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നിട്ട് ടോപ്പിക് ആക്കിയത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല കേട്ടോ. ഈ ഒരു ഇന്റർവ്യൂ തികച്ചും അനാവശ്യമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണെന്നാണ് എന്റെ പക്ഷം. കാരണം മറ്റൊന്നുമല്ല, ഇതിലൂടെ നിങ്ങൾ വീണ്ടും നെഗറ്റീവ് റീച്ച് ആണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു നെഗറ്റീവ് റീച്ച് അല്ല രേണു ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ധാരാളം ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. ആ ഒരു ടൈമിലാണ് നിങ്ങൾ നാട്ടുകാരെ മുഴുവൻ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തത്. നിങ്ങൾ ഇന്റർവ്യൂ കൊടുത്തത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കായിരുന്നു. നിങ്ങളുടെ നിലവിലെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വിശദമാക്കിക്കൊണ്ട് ഒരു ഇന്റർവ്യൂ നിങ്ങൾ കൊടുക്കുകയായിരുന്നെങ്കിൽ ആരും നിങ്ങളെ കുറ്റം പറയില്ലായിരുന്നു. എല്ലാവരും നിങ്ങൾക്കൊപ്പം നൽകുകയുള്ളായിരുന്നു. പക്ഷെ നിങ്ങൾ ഇവിടെ കാണിച്ചത് വെറും തോന്നിവാസമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ഇന്റർവ്യൂവിനകത്ത് ഷെഫീന ബീബി, ഹനൻ, അതുല്, കിച്ചു, കൊല്ലസുധിയുടെ ഫാമിലി ഇത്രയും പേരെ ഭരിച്ചിട്ടെങ്കിൽ ഇന്നത്തെ സെക്കൻഡ് ഇന്റർവ്യൂവിനകത്ത് മാസ്റ്റർ മൈൻഡ് മനു, കിച്ചു, കൊല്ലസുധിയുടെ ഫാമിലി ഇത്രയും പേരാണ് നിങ്ങൾ ടോപ്പിക് ആക്കിയത്. എന്ത് നേടി ഇതുകൊണ്ട്? വീണ്ടും കുറെ ഹേറ്റ് മാത്രം വാങ്ങിക്കൂട്ടി. അതാണ് യാഥാർത്ഥ്യം. സോ ഗൈസ്, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കിച്ചുവിന്റെ യഥാർത്ഥ പ്രശ്നം സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ? ഒരിക്കലുമല്ല. കാരണം കിച്ചു തന്നെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും ഞാൻ അവനെ അറിയിക്കാതെ ചെയ്തിട്ടില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷമാണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായാലും ഒരു വിഷമം വന്നാലും ഒരു നെഗറ്റീവ് ആരെങ്കിലും മെസ്സേജ് അയച്ചാലും സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് കിച്ചുദേ ഇത് കണ്ടോ, അവനാണത് അവനാണ് അതിന് തിരിച്ചു പറയുന്നത്, എൻ്റെ അമ്മേനെ ഇനി വിളിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഞാൻ അവനോട് പറയായിരുന്നു, പങ്കുവെക്കുമായിരുന്നു ഞങ്ങൾ. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് പറഞ്ഞ അന്ന് തന്നെ ഞാൻ കിച്ചുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മെസ്സേജ് അയച്ചു, വിളിച്ചിട്ട് കിട്ടത്തില്ല, ചില സമയം അവനെ എടുക്കത്തില്ല. ഞാൻ മെസ്സേജ് അയച്ചു, അതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചായിരുന്നല്ലോ. മെസ്സേജ് അയച്ചു കിച്ചു, ഞാൻ ഗുഡ്, അല്ലെങ്കിൽ അവൻ അന്ന് അമ്മേ വേണ്ട, ഞാൻ ചെയ്യത്തില്ലായിരുന്നു കിച്ചൂർ അമ്മ ഇത് വേണ്ട, ശരിയാ. ഇതെല്ലാം കഴിഞ്ഞ് പൈസയും മേടിച്ചു കഴിഞ്ഞ് ഈ പൈസ ഫസ്റ്റ് അയച്ചു കൊടുത്തപ്പോ, ഇപ്പൊ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടിയ ആ ഫസ്റ്റ് എമൗണ്ട് അയച്ചു കൊടുത്തപ്പോ എങ്ങനെയല്ല മോനെ അയച്ചു കൊടുക്കുന്നത്? അവൻ ചോദിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഓരോന്ന് എന്റെ അക്കൗണ്ടിൽ വരുന്ന കാശ് അനുസരിച്ച് ഞാൻ അയച്ചു കൊടുക്കുന്നു. സോ ഇതിനകത്ത് പൈസ അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ കടമയാണ്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ അവനെ മകനെ എന്നാണ് വിളിച്ചിരുന്നത്. സ്വന്തം മോനായിട്ടാണ് നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ കിച്ചു എന്ന് പറഞ്ഞ രാഹുൽ ദാസിനെ കണ്ടിരുന്നത്. കൊല്ലസുധി എന്ന് പറയുന്ന അവന്റെ ഏക ആശ്രയമായിട്ടുള്ള അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ അടുത്ത അവകാശി എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു ഒരു കാലഘട്ടം വരെ. ആ ഒരു ടൈമിൽ അവന്റെ ആവശ്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കുമ്പോൾ നിങ്ങളെ കൊണ്ടാവാവുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു കടമയാണ്. കാരണം നിങ്ങൾ അവനെ മോനെ എന്നും വിളിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അവൻ തിരിച്ച അമ്മ എന്നും നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം,
ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കിച്ചുവിനോട് അനുവാദം ചോദിച്ചു. അന്ന് കിച്ചു ഒരു എതിർപ്പും പറഞ്ഞില്ല. അതുകൊണ്ടാണ് നിങ്ങൾ തുടങ്ങിയതെന്ന് പറയുന്നത്. എനിക്ക് അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. കാരണം പറഞ്ഞില്ല, ഈ പറയുന്ന കിച്ചു എന്ന് പറഞ്ഞ രാഹുൽ ദാസ് അയാൾ ഒരു ജ്യോതിഷനൊന്നുമല്ല. ആറ്റുകാൽ രാമകൃഷ്ണനെ പോലെയൊന്നും ജ്യോതിഷനോ മറ്റു കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷനകത്ത് എന്താണ് ഇടാൻ പോകുന്നതെന്ന് ഗണിച്ച് കണ്ടുപിടിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് വിലക്കാണ്ട് അവൻ ജ്യോതിഷനല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വീടിനകത്തുള്ള ഫോട്ടോസും വീഡിയോസും ലൈവുകളിൽ ലീക്കായി പുറത്തേക്ക് വന്നപ്പോഴാണ് നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ എന്ത് കണ്ടന്റ് ആണ് നാട്ടുകാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മനസ്സിലായത്. പിന്നെ എങ്ങനെയാണ് കിച്ചു എന്ന് പറയുന്നത് രാഹുൽ ദാസ് നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതിനകത്തൊന്നും വിലക്കിയില്ലെന്ന് നിങ്ങൾ പറയുന്നതിനകത്ത് യോജിച്ചുള്ളത്? എനിക്കറിയില്ല കേട്ടോ, ഇവർ ഇത് എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത് ഒരു പിടുത്തവും ഇല്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നിന്ന് കിട്ടിയ ഒരു എമൗണ്ട് ആണെന്നും ബോധം ഉണ്ടാവുമല്ലോ കുട്ടിക്ക്. അപ്പൊ പിന്നെ അന്നേരം എന്താ ഇത് വേണ്ടമ്മ, ഇത് ഇതിനകത്ത് കൂടി കിട്ടിയതല്ലേ എന്ന് പറയാത്തത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മേനെ എന്താണ് കാണാൻ വരാത്തെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോ ഒരു ന്യായം പറയാൻ വേണ്ടിട്ട് ഒരു മെസ്സേജ് എനിക്ക് അയച്ചു. അമ്മയെ ഋതപ്പം കാണുന്നതല്ലേ. അപ്പൊ ഞാൻ ഇത്രയും ആ മെസ്സേജ് അവൻ കാണിച്ചായിരുന്നല്ലോ, സ്ക്രീൻഷോട്ട്. ഞാനിപ്പോ തിരിച്ചയച്ചു, എടാ ഇനി ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നില്ലല്ലോ. എത്രയോ പേര് കുടുംബത്തിൽ ഓരോ ഇപ്പം ബിക്കിനി ഇട്ട് അഭിനയിക്കുന്ന സ്ത്രീകൾ, ഞാൻ അവരെ കുറ്റപ്പെടുത്തത്തില്ല. പണ്ടേ ഞാൻ പറഞ്ഞില്ല, അത് അവരുടെ ഇഷ്ടമാണ്. ഞാൻ അമ്മ അങ്ങനെയൊന്നും കാണിക്കുന്നില്ലല്ലോ, ഞാൻ അതൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ എന്താണ് നിന്റെ പ്രശ്നം? എനിക്ക് ഈ മാസം ഈ പൈസ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് എന്താ ഇത്രയും തെറിയിട്ട് കിട്ടുകൊണ്ട് എനിക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ ആയില്ലേ, പൈസ ആയില്ലേ എനിക്ക്? ചേച്ചിയോടുള്ള ആ ഒരു ദേഷ്യം ഋതപ്പനോട് കാണിക്കുന്നുണ്ടോ? അല്ല അവരെ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടോ? എനിക്കറിയില്ല, ഇല്ല, ഒരു കോണ്ടാക്ട് ഇല്ല. സോ ഇതിനകത്ത് ബിക്കിനി ഇട്ട് ആളുകൾ അഭിനയിക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. അഭിനയം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. അതായത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമയുടെ ക്യാരക്ടറിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ്യൂം സ്ത്രീകൾ ധരിക്കാറുണ്ട്. അതിനകത്തൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അതൊരു പ്രൊഫഷന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ ഗോവയിൽ പറ്റി ടൂറിന് പോകുമ്പോഴത്തേക്ക് ബിക്കിനി സൂട്ട് ധാരാളം സ്ത്രീകൾ ധരിക്കാറുണ്ട്. ഈ കടലിലേക്ക് സാരി എടുത്തോ അല്ലെങ്കിൽ ജീൻസ് ഇട്ടോടെ ഇറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, ആള് തീർന്നു പോകും. അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് ഏതാണോ അതായിരിക്കും സ്ത്രീകൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിലും ചൂസ് ചെയ്യുക. അതിനകത്തൊന്നും തെറ്റില്ല. പക്ഷേ ഈ സബ്സ്ക്രിപ്ഷൻ ഫീഡിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് അതിൽ നിന്ന് ക്യാഷ് സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും നല്ല കാര്യമല്ല. അതൊന്നും മനസ്സിലാക്കണം. അതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കേണ്ട പേര് വേറെയാണ്. ഫോൺ ഇവിടെ എല്ലാവർക്കും പപ്പായിക്കൊണ്ട് ഫോൺ. ഇന്ന് ഈ നിമിഷം വരെ വിളിച്ചിട്ടില്ലല്ലോ. ഈ കൊച്ചിനെ വിളിക്കത്തില്ല. ആ കൊച്ചിന് സങ്കടം ഉണ്ടോ എനിക്കറിയില്ല. ചോദിക്കാറുണ്ടോ ചേട്ടനെ പറ്റി? ഒന്നും എന്നെ വിഷമിപ്പിക്കുന്ന എനിക്കറിയില്ല. അവനൊന്നും എന്നോട് സംസാരിക്കാറില്ല. ഈ ട്രീറ്റ്മെന്റിനും കാര്യങ്ങൾക്കും ഒരുപാട് പൈസ ചെലവാകും. ഒരുപാടുണ്ട്. കാരണം ഇതിനകത്ത് വന്നു ഞങ്ങൾക്കൊക്കെ ക്യാൻസർ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒരു ക്യാൻസർ പേഷ്യന്റും പറയത്തില്ല. പല വ്ളോഗിലും വന്ന വോയിസ് ആണ്, ഞങ്ങൾക്കൊന്നും ഇത്രയും പൈസ ഇല്ല. എനിക്ക് HER2 പോസിറ്റീവ് ആണ്, അതായത് പെട്ടെന്ന് വ്യാപിക്കുന്ന ക്യാൻസറാണ്. അതിന് ഈ 2.5 ലക്ഷം രൂപയുടെ മരുന്ന് ഈ കീമോ മരുന്നിന്റെ കൂടെ കുത്തി വെച്ചില്ലെങ്കിൽ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് തിരിച്ചു വരണം എന്നുള്ളത് കൊണ്ടാണ് ഈ 2 ലക്ഷം രൂപയുടെ മരുന്ന് ഇതിലേക്ക് കൂടെ കയറുന്നത്. ഇത് ഈ തൊടയിൽ കയറ്റിയിട്ട് തൊടയിലാണ് കുത്തുന്നത്. എനിക്ക് തോന്നുന്നു ഈ ട്രീറ്റ്മെന്റിന്റെ ഒരു നല്ലൊരു ഹ്യൂജ് എമൗണ്ട് എന്തായാലും ആകും. ആ എമൗണ്ടിന്റെ സോഴ്സ് വരെ അന്വേഷിക്കാനായിട്ട് ആൾക്കാരുണ്ട്. ഹോസ്പിറ്റലിൽ വരെ പോയി. ഞാൻ ഈ ആന്റിബോഡി മേടിക്കുന്ന മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച്. സോ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കിച്ചു എന്ന് പറഞ്ഞ രാഹുൽ ദാസ് ഈ പറയുന്ന ഋതപ്പനെ തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ള കാര്യം ഓൾറെഡി നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസ് ഇടയ്ക്ക് വല്ലപ്പോഴേക്ക് അവിടെ ചെല്ലുന്നുണ്ട്, ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിയെ കാണാറുണ്ട്, അവിടെ ചെന്ന് ആ ഒരു ബ്ലോഗ് എടുക്കുക, തിരിച്ചു പോരുക. അത് മാത്രമാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നവരൊരു നോട്ട്ബുക്ക് പോലും ആ കുട്ടിക്ക് സ്കൂളിൽ പോകാണ്ട് ഈ ഒരു കിച്ചു എന്ന് പറഞ്ഞ രാഹുൽ ദാസ് വാങ്ങിക്കൊടുത്തതായിട്ട് എനിക്കറിവില്ല. ഞാൻ കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ അയൽവാസികളോടെല്ലാം ചോദിച്ചത്. അന്നേരം പറഞ്ഞത് വല്ലപ്പോഴേക്ക് ആ പയ്യൻ വരും, വന്നു കഴിയുമ്പോഴത്തേക്ക് ആ കൊച്ചിനെ കൊണ്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകും, അതിനുശേഷം ആ കുട്ടിയെ കൊണ്ട് തിരിച്ചാക്കിയിട്ട് പോകും. അത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ രേണു പറയുമ്പോഴാണ് നമുക്കറിയുന്നത് അങ്ങനെ വിളിയും പറയും ഒന്നുമില്ലെന്ന്. സോ അതൊക്കെ ഒന്ന് മാറണം. കിച്ചു, ഇത് നിന്റെ സഹോദരനാണ്, ആ കാര്യം നീ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കാം. നിനക്ക് രേണുവായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർക്കുക, അല്ലാതെ ആ ഒരു കൊച്ചിനോട് അത് തീർക്കരുത്. ഒന്നുമില്ല, അത് നിന്റെ ചോരയാണ്, മറക്കരുത്, അത് മാത്രം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവരുടെ ക്യാൻസറിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മരുന്നിന്റെ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് 2 ബ്ലോഗേഴ്സ് ഫാർമസിയിൽ പോയി എന്ന് ഇവർ പറയുന്നുണ്ട്. അതിനകത്ത് എന്താണ് രേണു തെറ്റ്? ആ ഒരു ബില്ല് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും വലിച്ചേറി ഒട്ടിച്ച ടൈമിലാണ് മാസ്റ്റർ മൈൻഡ് മനുവും
ദേവ് ഡി കോഴ്സും അവിടെ പോയി അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നല്ലെന്ന് ബിച്ചു സ്ട്രോക്ക് എന്ന് പറഞ്ഞ ചാനലിനകത്ത് ബിച്ചു ആ ഒരു ഫാർമസിയിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് അങ്ങനെ ഒരു മരുന്ന് ഇവിടുന്ന് ഞങ്ങൾ ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് വീണ്ടും ഭയങ്കര വിവാദമായി. നിങ്ങൾ ഫേക്ക് കാണിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പറയുന്ന മനുവും നമ്മുടെ ദേവും കൂടി അവിടെ പോയത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇന്ന് ഞാനും ദേവും കൂടെ ഇൻ ഹൗസ് ഡ്രഗ്സ് ബാങ്ക് IHDB വരെ പോയി. ഇവിടെ ഞാൻ ഫോട്ടോസ് ഇട്ടേക്കാം. ഈ ഇൻ ഹൗസ് ഡ്രഗ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ രേണുസുധിയുടെ ഈ ബില്ല് പ്രൊവൈഡ് ചെയ്ത ഫാർമസിയാണ്. ഇവിടെ നേരിട്ട് പോയി ഈ ബില്ലിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഞങ്ങൾ തിരക്കിയിട്ടുണ്ട്. ഈ ബില്ലാണ് ഇപ്പോൾ ഭയങ്കര ചർച്ചയായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഈ ബില്ല് ഫേക്ക് ആണെന്നും ഈ ബില്ല് കറക്റ്റ് ആണെന്നും ഉള്ള ചർച്ചകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും ദേവും കൂടെ നേരിട്ട് പോകാനുള്ള കാരണം എനിക്ക് ഈ ബില്ലിൻ്റെ പല ഭാഗങ്ങളും എഡിറ്റഡ് ആണോ എന്നൊരു സംശയം തോന്നി. ഞാൻ പലയിടത്തും അത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉഡായിപ്പാണ്, ഇങ്ങനൊരു ബില്ലില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് എഡിറ്റഡ് ആവാനുള്ള സാധ്യതകളുണ്ടോ എന്നൊരു സംശയമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. എനിക്കങ്ങനെ സംശയം തോന്നാനുള്ള കാരണം ഇതിന് മുൻകാലങ്ങളിൽ ഈ രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടുള്ള കള്ളത്തരങ്ങളും രേണു പറഞ്ഞിട്ട് മാറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ, ഫസ്റ്റ് ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ ക്യാൻസർ ആണെന്ന് പറഞ്ഞു, ആദ്യത്തെ ഭർത്താവിൻ്റെ കാര്യം എന്ന് പറഞ്ഞു, പിന്നെ അത് മാറ്റി പറഞ്ഞു. ഇങ്ങനെ മുൻകാലങ്ങളിൽ രേണുവിൻ്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതിനകത്തൊരു ഫോർജറിക്കുള്ള സാധ്യതയുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചത്. അതുമാത്രമല്ല, ഈ രാവിലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോൺട്രവേഴ്സിയായിട്ട് ബന്ധപ്പെട്ട് ഈ കോൺട്രവേഴ്സി തീർക്കാനായിട്ട് രേണുവിൻ്റെ ചേച്ചി ഈ ബില്ല് പബ്ലിഷ് ചെയ്തപ്പോഴത്തേനും ഒരു സൈഡ് പൊത്തിപ്പിടിച്ചിട്ടാണ് കാണിച്ചത്. അതായത് വൈറ്റൽ ഇൻഫർമേഷൻ പൊത്തിപ്പിടിച്ചിട്ടാണ് കാണിക്കുന്നത്. സോ ഇതിൻ്റെ റിയലായിട്ടുള്ള, അതായത് ഈ പൊത്തിപ്പിടിക്കാത്ത ഭാഗം കാണാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് അനീഷ് ബ്ലോഗിൻ്റെ ചാനലിലൂടെ, സീക്രട്ട് ഏജൻ്റെ ചാനലിലൂടെ ഒക്കെ ഞാൻ കണ്ടപ്പോഴത്തേനും ഈ ബില്ലിൻ്റെ ഈ പൂർണ്ണമായിട്ടുള്ള ഭാഗം ഞാൻ കണ്ടു. പൂർണ്ണമായിട്ടുള്ള ഭാഗം കണ്ടപ്പോഴത്തേനും പല കോൺട്രവേഴ്സികൾ എന്നിട്ടും പരക്കുന്നുണ്ട്. ബിച്ചുവിൻ്റെ ചാനലിലൂടെ ഈ ഒരു ഫാർമസിയിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് അവിടെ ഈ മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേനും അവിടെ അങ്ങനെ ഒരു മെഡിസിൻ സെല്ല് ചെയ്തിട്ടേ ഇല്ല എന്നൊരു ഇൻഫർമേഷനാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവ്യക്തത പരക്കുന്ന സാഹചര്യത്തിലാണ് ഞാനും ദേവും കൂടെ നമുക്ക് നേരിട്ട് അവിടെ പോയി തിരക്കാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ നേരിട്ട് അവിടെ ചെന്നു. നേരിട്ട് അവരോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഈ ബില്ല് ഒറിജിനലാണ് എന്നൊരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയത്. ഈ ബില്ല് ഒറിജിനലാണ്. ഈ മെഡിസിൻ്റെ ശരിയായിട്ടുള്ള പ്രൈസ് 2,57,000 തന്നെയാണ്. അത് ഡിസ്കൗണ്ട് റേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് 2,02,628 രൂപ 50 പൈസയ്ക്കാണ് മേടിച്ചത്. ഇത് ആ ഫാർമസിയിൽ നിന്ന് തന്നെ ഇഷ്യൂ ആയിട്ടുള്ള ബില്ലാണ്. ഈ ബില്ല് പ്രൊവൈഡ് ചെയ്ത സ്റ്റാഫിനെ ഞങ്ങൾ കണ്ടു. അവരോട് ഞങ്ങൾ സംസാരിച്ചപ്പോഴത്തേനും അവരാണ് ഈ ബില്ല് ഇഷ്യൂ ചെയ്തത്, അവരാണ് ഇതിൻ്റെ താഴെ സൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇതിനകത്ത് എന്താണ് രേണു തെറ്റ്? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചോദിച്ചോളട്ടെ, ഇപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് മനു ചെയ്തതിനകത്ത് എന്താണ് തെറ്റ്? കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ആ ഒരു മരുന്നുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കത്തു നിൽക്കുന്ന ടൈമിലാണ് ബിച്ചു സ്ട്രോക്ക് എന്ന് പറഞ്ഞ ചാനലിലെ ബിച്ചു ആ ഒരു ഫാർമസിയിലേക്ക് വിളിച്ച് ഇങ്ങനെ ഒരു മരുന്ന് അവിടെ വിൽക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര രൂപയാണ് റേറ്റ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മരുന്ന് ഞങ്ങൾ വിറ്റിട്ടേ ഇല്ല എന്നാണ് ആ ഒരു ഫാർമസിയിൽ നിന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഈ പറഞ്ഞ മനുവും ദേവും കൂടി അത് അന്വേഷിച്ച് അവിടെ പോകുന്നതും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മരുന്ന് അവിടെ നിന്ന് സെല്ല് ചെയ്തിട്ടുണ്ട്. ബിച്ചു വിളിച്ച ഫാർമസിയിലല്ല, അതിന് തൊട്ടടുത്ത ഫാർമസിയിൽ തന്നെയാണ് ഈ ഒരു മെഡിസിൻ ഉള്ളതെന്നും അതിന് ഏകദേശം 2,56,000 രൂപ വില ഉണ്ടെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്ന ചാനലിലൂടെയാണ്. അതോടുകൂടി തന്നെയാണ് ഈ ഒരു വിവാദം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കെട്ടടങ്ങിയത്. അതെങ്ങനെ തെറ്റാവും? എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അത് അന്ന് ഇവർ പോയി അന്വേഷിച്ച് ക്ലിയർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്നും നിങ്ങളെ ആളുകൾ വേട്ടയാടിയനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് വെറും അനാവശ്യമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കുറേയധികം വിവാദങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ചർച്ച ചെയ്ത് നിങ്ങൾക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത ഒരു ഇന്റർവ്യൂ ആണിത്. അതിനോട് ഒരു തരത്തിലും യോജിക്കാണ്ട് എനിക്ക് പറ്റില്ല. ഓക്കെ, ബൈ.